നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം പറയാൻ വന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അനക്കയുടെ ഒരു കാര്യം. അനക്കയുടെ കാര്യം? അനക്കയുടെ എന്ത് കാര്യം? അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അവനൊരു ക്രിമിനലായിട്ടേ. വെറും ക്രിമിനൽ ഒന്നും അല്ല, നൊട്ടോറിയസ് ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണോ ഞാൻ ജീവിത അവസാനം വരെ ജീവിക്കേണ്ടത്? അർച്ചന, ഉടനെ വിവാഹം അവന്റെ അടുത്ത് നടത്തുന്നല്ലാതെ എപ്പോ എങ്ങനെ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് സംശയമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവന്റെ അടുത്ത് അനക്ക് വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് അജയൻ എന്ന് നമുക്കറിയാവുന്ന ക്രിമിനലിനെ കൊണ്ടാ. ഇത് ചിലപ്പോ എൻ്റെ ഒരു സംശയവും. അനക്കയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണോ എന്ത് ഉദ്ദേശത്തോടെയാണോ എന്നൊന്നും എനിക്കറിയില്ല. സ്വന്തം അനിയത്തെ പിടിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ കുടുംബത്തിലെ എല്ലാവരെയും അവന്റെ അടുത്തേയും അനക്കയും വരെ കൊല്ലാൻ നോക്കിയതിന് റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിക്ക. അനഘ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കരയുമ്പോ എങ്ങനെ സച്ചേട്ടാ പറ്റില്ല എന്ന് പറയുന്നത്? അനഘ ഒരു സാധുവാ. ഏടത്തിയുടെ കൂടെ കൂടി തെറ്റുകളൊക്കെ അവള് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇങ്ങനൊരവസ്ഥയില് കൈ ഒഴിയാൻ പറ്റുമോ അവളെ? ഞാനീ പറഞ്ഞതൊക്കെ സച്ചേട്ടൻ വിശ്വസിക്കുകയില്ലെന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ അടുത്ത് സച്ചേട്ടൻ കരുതുന്ന പോലൊരു സ്ത്രീ അല്ല. എല്ലാവരെയും ഒളിപ്പിച്ച് അവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അർച്ചന ഗർഭിണിയാവില്ലെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നും ഒരാൾക്ക് കൂടി അറിയായിരുന്നു, സച്ചിയുടെ ഏട്ടത്തി അവന്തികയ്ക്ക്. പക്ഷെ എല്ലാം പറയുമ്പോഴും ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം. ഈ സത്യം ഞങ്ങൾക്ക് മാത്രമല്ല, മറ്റൊരാൾക്കും കൂടെ ഇത്. അനക്കയോട് പോലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവന്തികടുത്തി അർച്ചന പറയുന്ന പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനേക്കാളും കുഴപ്പമാണ്. അർച്ചന പ്രസവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഇപ്പൊ അജയനെ കൊണ്ട് അനക്ക് വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു. ഇതിന്റെയൊക്കെ ഉള്ളിലെ ദുരൂഹത മനസ്സിലാക്കിയേ പറ്റൂ. സച്ചേട്ടാ, എനിക്കറിയാം ഇതൊന്നും സച്ചേട്ടന് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതാ സത്യം. മനസ്സിലായി അർച്ചന, താൻ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഒരുറപ്പ് ഞാൻ തനിക്ക് തരാം, അജയനുമായി അനഘയുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. എന്തു വന്നാലും അത് തടയും ഞാൻ. അനഘയെ രക്ഷിക്കുകയും ചെയ്യും. എന്റെ മനസ്സിലുണ്ട് ചില സംശയങ്ങളൊക്കെ. എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തുന്ന സമയമേ എല്ലാത്തിനും ഉള്ളൂ. താൻ പറഞ്ഞതുപോലെ ഏട്ടത്തിക്ക് നമ്മളാരും കാണാത്തൊരു മുഖം ഉണ്ടെങ്കിൽ എനിക്കതറിയണം. എന്തിനാണ് ഈ വീട്ടിൽ അങ്ങനെ ഒരു ഡബിൾ പ്ലേ എന്ന്? അത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഈ വീട്ടിലെ എല്ലാവരും അറിയണം. ആദ്യം ഞാനെല്ലാം ഉറപ്പിക്കട്ടെ, എന്നിട്ടാവാം മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുന്നത്. അനഘയോട് താൻ പറഞ്ഞേക്ക് ധൈര്യമായിട്ടിരിക്കാൻ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്.
നിന്നോട് സംസാരിക്കാനാ വന്നത്. അജയിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേക്കണ്ട. ഞാൻ എന്റെ അനിയത്തിയുടെ കാര്യം പറയാനാ വന്നത്. എന്റെ ജീവിതം നശിച്ചില്ലേ? ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. നിന്നെ ഒരിക്കലും അജയനെ പോലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല മോളെ. എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് പോലും അജയൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെയും നിന്റെയും ജീവിതത്തെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാ. അതില് ഞാൻ കുരുങ്ങിപ്പോയി എന്നുള്ളത് സത്യമാ. നീ ചേച്ചിയോട് ക്ഷമിക്കണം. ഒരുതരം ഭ്രാന്തായിരുന്നു എനിക്ക്. ആ സന്ദർഭങ്ങളിൽ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞതായിട്ട് അങ്ങ് കരുതിയാൽ മതി. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പെണ്ണിനെ സഹിക്കാവുന്നതിനേക്കാളും സഹിക്കുന്നവളാ നിന്റെ ചേച്ചി. ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. എനിക്കറിയായിരുന്നു ചേച്ചി, ചേച്ചിക്ക് എന്നെ ഒരിക്കലും ചതിക്കാൻ പറ്റില്ലെന്ന്. ചേച്ചി അല്ലാതെ എനിക്ക് വേറെ ആരുണ്ട്? എന്റെ മോളെ വിഷമിക്കണ്ട. ഈ കല്യാണം നടക്കില്ല. ഞാനല്ലേ പറയുന്നത്. എനിക്ക് വലുത് നിന്റെ സന്തോഷം മാത്രമാ. ബാക്കിയൊന്നിനും അതിനേക്കാളും വില ഈ അവന്തിക കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയില്ല. ധൈര്യമായിട്ടിരിക്കെ. ഇപ്പോഴാ ചേച്ചി എനിക്ക് സമാധാനമായത്. ഇത്രയും നേരം ഞാൻ അനുഭവിച്ച ഭാരം ഇറക്കി വെച്ചപ്പോ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാ. എന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എന്റെ ചേച്ചി വന്നു. ഇനി അനക്ക വിഷമിക്കില്ല. എന്റെ മോള് ബോൾഡല്ലേ, എല്ലാം ശരിയാവും. മനസമാധാനമാ ജീവിതത്തിലെ ഏറ്റവും വലുത്. എനിക്കും അതില്ലായിരുന്നു. നാളെ അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് സമയം ഇരിക്കണം. ചെയ്തു പോയ തെറ്റുകൾ എണ്ണി പറഞ്ഞ് ദൈവങ്ങളോട് ക്ഷമ ചോദിക്കണം. എങ്കിലേ എനിക്കൊരു സ്വസ്ഥത കിട്ടൂ. നീയും വാ. മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കൊരു സമാധാനം കിട്ടും. എന്തോ എനിക്ക് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷം. ഇന്നെനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. പോട്ടെ മോളെ. ചേച്ചി രാവിലെ നിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.